ഏതൊക്കെ ഭാഗം ഉണ്ടെന്നുള്ള ഈശ്വർ മൽപ്പ തന്നെ പറയണം. ഇപ്പൊ അതിൽ പെട്ട ഒരു മെയിൻ സാധനമാണ് ഇപ്പൊ മേലോട്ട് എടുത്തത്. ബാക്കി മണ്ണിന്റെ അടിയിലാണെന്നാണ് പുള്ളിക്കാരന്റെ ഒരു ക്ലെയിം. അതില് ഇനി പൊട്ടിയിട്ട് ഇത് മാത്രം വലിഞ്ഞു വന്നതാണോ അറിയില്ല. ഇത് ഉറപ്പിച്ചതോടുകൂടി തന്നെ ഇത് ഉറപ്പിച്ചോട് കൂടിയിട്ട് ഇനിയുള്ള ഭാഗം എടുക്കലുണ്ടാവില്ല. കാരണം മറ്റു മേഖലകളിൽ മാത്രമായിരിക്കും പരിശോധന നടക്കുക. അതെ, ഇത് നമ്മൾ മാത്രമേ ഉള്ളൂ ക്ലെയിം ചെയ്ത് വന്നത്. ഇതിന്റെ ഉള്ളിൽ എത്ര ലോറി പോയിട്ടുണ്ടെങ്കിലും ഇതിന്റെ ഒരു 70 ദിവസമായിട്ട് ഇതിന്റെ പഴയ ലോറി ഉടമകളാരും മറ്റു ലോറിന്റെ ഉടമകളാരും ഇവിടെ നിങ്ങൾ ഈ പരിസരം വരെ കണ്ടിട്ടുണ്ടാവില്ല. ഇവരൊക്കെ ഇവിടെ എന്നുള്ള അറിയില്ല. ഓർക്കൊന്നും ഒരു ക്ലെയിം ഇല്ല. ഓർക്ക് ലോറി കിട്ടണമെന്നോ കണ്ടെത്തണമെന്നോ അവരെ ഡ്രൈവർക്ക് എന്ത് സംഭവിച്ചിക്കണമെന്നോ കണ്ടെത്താനൊന്നും അവർക്ക് താല്പര്യമില്ല. മുകളിൽ നടത്തിയ പരിശോധനയിൽ നിന്നും ഈ അർജുന്റെ വാഹനത്തിൽ നിന്നുണ്ടായ ചില വസ്തുക്കളൊക്കെ കണ്ടെത്തിയിരുന്നു. ആ ഭാഗം കേന്ദ്രീകരിച്ചുള്ള തെരച്ചിലേക്ക് തന്നെ പോകുമോ? ആക്ച്വലി അതിന്റെ നേരെ വിപരീതത്തിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെ വണ്ടിന്റെ മറ്റു ഭാഗങ്ങൾ കണ്ടെത്തിയതൊക്കെ ആ ഭാഗത്താണ്. ലക്ഷ്മൺ നായക്കിന്റെ കടന്റെ പിന്നിലാണ്. അവിടെ ഇതുവരെ തെരച്ചിൽ തുടർന്നിട്ടില്ല. അവിടേക്ക് തെരച്ചിലുണ്ടാവും. ഇന്ന് ഈ സാധനം എടുക്കും. ഇപ്പം ഇനിയൊന്നും കണ്ടുകിടാറില്ല. ഒരു വാഹനത്തിന്റെ ഇതും കൂടി കണ്ടുകിടാറില്ലേ, അതേതാ വാഹനത്തിന്റെ സാധനം എന്നുള്ളത് അതും കൂടി എടുക്കും. ചെറിയ വാഹനമാണ്, ചെറിയ വാഹനമാണെന്ന് ഈശ്വർ മൽപ്പ പറയുന്നത്. അതെന്താന്നുള്ളത് ചിലപ്പോൾ വേറെ ഏതെങ്കിലും ലോറിന്റെ ഭാഗമാണോ എന്നുള്ളത് അറിയില്ല.